നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ സൂര്യയും അനു ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു പുതിയ സംരംഭമാണ് ഇന്നിവിടെ. ആ സംരംഭം അതെന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ സംരംഭത്തിന്റെ പേര് തന്നെ സ്കൂൾ ഓഫ് പ്രൊഫഷണൽ ചെസ് ആൻഡ് ആർട്സ് അക്കാദമി എന്നാണ് ജോബ് ചേട്ടാ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെസ്സിലാണ്. ചെസ്സിന്റെ നമുക്കറിയാം, ഇപ്പോ ഒരുപാട് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു അഭാവം, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇപ്പൊ വരുന്ന ഒരു പുതുതലമുറയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഇവരെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ അക്കാദമിയെ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതെ അല്ലേ? അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ സ്ഥലം കൂടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേ. സ്ഥലം നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലെ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിന്റെ അടുത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്രൗൺ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വെക്കേഷനിലാണ് ഈ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും ഇത് കേരളത്തിലുള്ള കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കണം തോന്നുന്നെങ്കിൽ എന്താ ചെയ്യുക? പഠിക്കാനുള്ള ഒരു അവസരം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇൻഡിവിജ്വൽ ക്ലാസ് വേണമെങ്കിൽ അതും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇൻഡിവിജ്വൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ലൊരു കളിയാണ് ചെസ് കളി എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നമ്മൾ ഈ എന്താ പറയുക, റോഡിൽ എന്താ പറയുക, ഡിവൈഡറൊക്കെ വെക്കാൻ കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ വെച്ചേക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, നമ്മുടെ ഇന്ത്യയുടെ പേര് പോലും നിലനിർത്തിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ? ഒരുപാട്. നമ്മുടെ തൃശ്ശൂരിൽ തന്നെ നിഹാൽ സർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു അഭിനയകാംക്ഷയാണ് രത്നാകരൻ സാറ്, അതുപോലെ TJ സുരേഷ് കുമാർ സാറ്, അതുപോലെ MS ഗോപകുമാർ സാറ്. ഇവർ രണ്ടുപേരും നമ്മുടെ അഡ്വൈസേഴ്സ് ആണ്. ചീഫ് അഡ്വൈസർ ആണ് MS ഗോപകുമാർ സാറ്. അതുപോലെ തന്നെ TJ സുരേഷ് കുമാർ സാറ് നമ്മുടെ ഓണററി അഡ്വൈസർ ആണ്. അതായത് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചെസ് കളിയുടെ ആവശ്യകതയെ പറ്റിയിട്ട് എന്താ പറയാ, മലപ്പുറം സബ് കളക്ടർ ഉണ്ട്, ദിലീപ് സാറ് നമ്മുടെ കൂടെ ഉണ്ട്. സാറ് രണ്ട് വാക്കൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ SPCA ഉദ്ഘാടന വേളയിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ചെസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ മികച്ച ഒരു ഭൗതിക വ്യായാമമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു റീൽ കൾച്ചർ എന്നൊക്കെ പറയും. കുട്ടികളുടെ അറ്റൻഷൻ സ്പാനൊക്കെ വളരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയും അതേപോലെ നമ്മൾ അക്കാഡമിക്സിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന, അതിന് പുറത്തേക്ക് കുട്ടികളുടെ കഴിവുകൾ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമ്മൾ വളരെ പരിമിതപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ചെസ്സ് തീർച്ചയായിട്ടും വലിയ പൊട്ടൻഷ്യൽ, പ്രത്യേകിച്ചും കേരളത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മാതാപിതാക്കളുള്ള, കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹമുള്ള ഈ നാട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും ചെസ്സിൽ വളരെ മഹാരഥന്മാരായിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെ വാർത്തെടുക്കാൻ സാധിക്കും. അതിന് ഒരു തുടക്കമെന്നുള്ള നിലയിൽ നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കുവാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള അക്കാഡമികൾക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ മറ്റ് തെറ്റായ പ്രവണതകളിലേക്ക് പോകാതിരിക്കുവാൻ ഇത് വളരെ മികച്ച ഒരു ഔട്ട്ലെറ്റായിട്ട്, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് നല്ല ഔട്ട്ലെറ്റുകൾ ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾ തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നത്. സോ അവരുടെ ക്രിയേറ്റിവിറ്റി വളരെ നന്നായിട്ട് ചാനലൈസ് ചെയ്ത് വളരെ വലിയ കരിയറുകൾ കെട്ടിപ്പടുക്കുവാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു മേഖലയാണ് ചെസ്. പിന്നെ ഒരു എൻ്റർടൈനിങ് ആണ്. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഫൺ. കുട്ടികൾ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിലുപരി നമ്മുടെ ബുദ്ധിനെ വികസിപ്പിക്കാനും ശരിക്കും ഉപയോഗിക്കും. തീർച്ചയായിട്ടും നമ്മളുടെ അനലിറ്റിക്കൽ എബിലിറ്റി പഠനങ്ങൾ തന്നെയുണ്ട്. കുട്ടികളുടെ അനലിറ്റിക്കൽ എബിലിറ്റി, സ്ട്രാറ്റജിക് തിങ്കിങ് ഒക്കെ ചെസ് അവർക്ക് എൻ്റർടൈനിങ് ആണ്. അതേസമയം അവരുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ ആ രീതിയിൽ ചാനലൈസ് ചെയ്യുവാനും വളരെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ കാലത്ത് എന്താ പറയുക, കുട്ടികൾ നിർബന്ധമായിട്ട് എന്താ പറയുക, ഈ ഒരു ചെസ് കളി പഠിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ബുദ്ധി വികസിക്കുക, അതേപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ള കേടായ വഴികളിൽ അവരുടെ കോൺസെൻട്രേഷൻ പവർ കൂടുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉപകാരം. അതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ സ്കൂളിൽ, അതായത് നമ്മുടെ ഒരു ജനറേഷൻ സ്കൂളിൽ പോകുമ്പോൾ എങ്ങാനൊരു ചെളിവെള്ളത്തിൽ ചവിട്ടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്തെ പുല്ലിൽ ചവിട്ടി തേച്ചിട്ട് നമ്മൾ നടന്നു പോകും. പക്ഷെ ഇന്നത്തെ തലമുറ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയക്കുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ എക്സാമിനെ ഭയക്കുന്ന കുട്ടികളുണ്ട്. ഈവൻ ഇപ്പോൾ സിവിൽ സർവീസിന് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അതിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്ന കളികൾ, അതുപോലെ ഇതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ മൈൻഡിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എങ്ങനെ നടത്താം, അതുപോലെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ കോൺഫിഡൻസ് ഉയർത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ
നേടാൻ പറ്റും. പറ്റൂലേ? അതായത് ഇത് സംഭവം ശരിയായിട്ട് ഇപ്പോഴാണ് ഞാൻ അതിനെ പറ്റി ചിന്തിക്കണം. അതായത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരണം ചെയ്യാം അല്ലേ? അതാണ് ഈ ഒരു ചെസ് കളി കൊണ്ട് വരുന്നത്. തീർച്ചയായിട്ടും. വേറെ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മളിവിടെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റുക? ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നമ്പർ കൊടുക്കാം, തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ബന്ധപ്പെടുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അതായത് നമ്മൾ ഈ ചെസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതുപോലെ അവരുടെ പാരന്റ്സിന് നമ്മൾ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ അതുപോലെ തന്നെ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിയുടെ പേര് പോലെ തന്നെ സ്കൂൾ ഓഫ് പ്രൊഫഷണൽ ചെസ് ആൻഡ് ആർട്സ് അക്കാദമി, അതാണ് നമ്മുടെ സ്കൂളിന്റെ പേര്. അതില് ചെസ്സും അതുപോലെ തന്നെ ആർട്ട് ഫോംസും ക്ലബ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിന്റെ പിന്നാലെ തന്നെ നമ്മൾ തിയേറ്റർ ആർട്സ്, ഡ്രോയിങ്സ്, അതുപോലെ ബാക്കിയുള്ള മ്യൂസിക്, വയലിൻ, കീബോർഡ്, ഇതെല്ലാം നമ്മൾ പിന്നാലെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഒന്നും നോക്കണ്ടാന്ന് ഈ വെക്കേഷനിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ കാണാൻ നമ്പറിലേക്കാണ് വിളിച്ചോ, ചെസ് കളിച്ചോ, നിങ്ങളുടെ പിള്ളേരെ ഭാവി എന്താ പറയുക സുരക്ഷിതമാക്കി. അതിന് എന്തെങ്കിലും പറയണ്ട, വയ്യാണ്ട ചായ പിടിക്കാൻ പാടുക. അപ്പോൾ ഓക്കെ, ഇനി ഒന്നുമില്ല, അവസാനിപ്പിക്കട്ടെ. അപ്പോൾ തീർച്ചയായും ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു.